ഫോളോയിങ് ദ സ്റ്റാർ ഡേ 15 ജോസഫിനോടുള്ള അറിയിപ്പ്. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സെൻറ്റ് മാത്യു ചാപ്റ്റർ 1 വേഴ്സ് 22. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. ആഗമന ചിന്തകളിൽ ജോസഫിനോടുള്ള അറിയിപ്പ് വളരെ പ്രാധാന്യത്തോടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലാണ്. തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവനിയോഗത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ് ഒരുവൻ്റെ ആത്മീയത. കുഞ്ഞിനെയും അമ്മയുടെയും ജീവൻ സംരക്ഷിക്കുക എന്നതാണ് തൻ്റെ നിയോഗമെന്ന് തിരിച്ചറിഞ്ഞ ആത്മീയതയുടെ നിറകുടമാണ് മറിയയുടെ ഭർത്താവായ ജോസഫ്. ദൈവം വർദ്ധിപ്പിക്കട്ടെ എന്നർത്ഥമാണ് ജോസഫിൻ്റെ പേരിന്. ഇവിടെ ജോസഫ് എന്ന മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ആഴവും ആത്മാർത്ഥ സ്നേഹവും ദർശിക്കുവാൻ സാധിക്കുന്നത് മറിയയുടെ നിരപരാധിത്വത്തിലൂടെയാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞ സ്ത്രീ ഗർഭിണിയാണെന്ന് അറിയുമ്പോഴുണ്ടാകുന്ന പുരുഷൻ്റെ മനോഭാവം വളരെ ശ്രദ്ധേയമാണ്. എന്നാൽ ഈ സാഹചര്യത്തെ ജോസഫ് നേരിട്ടത് ദൈവത്തോടുള്ള ആഴമായ വിശ്വാസം കൊണ്ട് മാത്രമാണ്. ദൈവദൂതൻ്റെ വാക്കിനെ അനുസരിക്കുകയാണ് ജോസഫ് ചെയ്തത്. വിവാഹത്തിന് മുമ്പ് ഒരു സ്ത്രീ ഗർഭിണിയായാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലാമായിരുന്ന സാഹചര്യത്തിൽ നിന്നുമാണ് മറിയയുടെ സൽപ്പേരിനും ഒരു പോറൽ പോലും ഏൽക്കാതെ ജോസഫ് ഒരു നിഴലായി കൂടെ നിന്നത്. കരുണയുള്ള നീതിമാനായിരുന്നു ജോസഫ്. ആഴമായ വിശ്വാസത്തിന് ഉടമയായിരുന്നു ജോസഫ്. ദൈവദൂതൻ്റെ ശബ്ദത്തെയും ദൈവഹിതത്തെയും അനുസരിച്ചവനായിരുന്നു ജോസഫ്. ദൈവിക പദ്ധതികൾ തിരിച്ചറിയുന്നത് ദൈവത്തോടുള്ള ആഴമായ വിശ്വാസത്തിലൂടെയാണ്. ദൈവത്തിൽ വിശ്വസിച്ച ജോസഫിന് ദൈവിക പദ്ധതികൾ തിരിച്ചറിയാനായിട്ട് സാധിച്ചു. ഭയപ്പെടേണ്ട എന്ന ഉറപ്പ്, ദൈവം വഴി കാണിക്കുമെന്ന വിശ്വാസം, ദൈവനിയോഗം തിരിച്ചറിയുവാനായിട്ട് സാധിച്ചു. കല്ലെറിയേണ്ടവളെ കാത്തുപരിപാലിച്ച് ചേർത്തു നിർത്തി. ജോസഫ് തൻ്റെ നിയോഗം തിരിച്ചറിഞ്ഞ ആത്മീയ നിമിഷമായിരുന്നു ആ അനുസരണം. ആയതിനാൽ മറിയയുടെ നിരപരാധിത്വം ജോസഫ് മനസ്സിലാക്കി രക്ഷകനെയും അമ്മയെയും അപമാനത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് സാധിച്ചു. തൻ്റെ സ്വപ്നങ്ങൾ തകർക്കപ്പെട്ടപ്പോഴും അപരൻ്റെ വിശുദ്ധിയെ കാത്തുസൂക്ഷിക്കുന്ന കൃപയുടെ നീതിബോധമാണ് ഈ ഒരു അനുഭവമെന്ന് ജോസഫ് തിരിച്ചറിയുന്നു. ജോസഫിനെ പോലെ കർത്താവിൻ്റെ വാക്കുകളെ പൂർണ്ണമായി അംഗീകരിക്കുകയും ദൈവശബ്ദത്തോട് ജോസഫ് പ്രതികരിച്ചതുപോലെ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ സംരക്ഷകരാകേണ്ടവർക്ക് സംരക്ഷകരായി മാറുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന കാര്യം മറന്നു പോകരുത്. ദൈവിക പ്രവർത്തനങ്ങൾക്കെതിരായി നമ്മുടെ ജീവിതത്തിൽ പല തടസ്സങ്ങൾ വന്നേക്കാം. അത് ചിലപ്പോൾ വ്യക്തികളാകാം, സാഹചര്യങ്ങളാകാം, വിശ്വസ്തരെന്ന് നമ്മൾ ചിന്തിക്കുന്നവരുടെ വാക്കുകളാകാം, പ്രവർത്തനമാകാം. ഇത്തരം തടസ്സങ്ങളെ അവഗണിച്ച് ദൈവശബ്ദത്തിന് കാതുകൊടുക്കണം. ദൈവശബ്ദത്തിന് വിധേയരാകുന്നവരിൽ മാത്രമേ ദൈവിക പ്രവർത്തനം സാധ്യമാകൂ. ദൈവിക ബന്ധങ്ങളെ തകർക്കുന്ന എല്ലാവിധ ബന്ധങ്ങളെയും ഉപേക്ഷിച്ച് പരസ്പരം താങ്ങായി തണലായി തീരുവാൻ നമുക്കും കഴിയണം. അതിനായി നമ്മുടെ ജീവിതത്തിൽ താഴ്മയുള്ളവരാകണം, താണു കൊടുക്കുന്നവരാകണം. താണു കൊടുക്കുമ്പോൾ കുറഞ്ഞു പോകുമെന്ന തോന്നൽ നമുക്കുണ്ടാകാതിരിക്കണം. നമ്മളെ താഴ്ത്തി കെട്ടുന്നതിലൂടെ സന്തോഷം കണ്ടെത്തുന്നവരുണ്ടാകാം. എന്നാൽ അതിലുപരി നമ്മുടെ ജീവിതം ദൈവനിയോഗമാണെന്ന് തിരിച്ചറിവുണ്ടാകണം. ഈ ആഗമന കാലത്തിൽ നമുക്ക് താഴ്മയുള്ളവരാകാം, താണു കൊടുക്കുന്നവരാകാം. ദൈവശബ്ദം കേട്ട് ജോസഫിനെ പോലെ ക്രിയാത്മകമായി പ്രതികരിക്കുവാനും നിന്ദയിൽ നിന്നും അപമാനത്തിൽ നിന്നും മറ്റുള്ളവരെ സംരക്ഷിക്കുവാനും സാധിക്കട്ടെ. കർത്താവേ, ലോകനീതിയെ കവിയുന്നതായ ദൈവിക നീതിയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കണമേ. ഞങ്ങളുടെ നിലവുകളെല്ലാം പ്രാർത്ഥനകളായും പ്രവൃത്തികളെല്ലാം പുണ്യങ്ങളായും തീരുവാൻ
ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ആമേൻ.